തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള LPG വർധനവിന് പിന്നാലെ പെട്രോൾ ഡീസൽ വിലയും വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. എണ്ണക്കമ്പനികളുടെ സമ്മർദ്ദത്തെ തുടർന്ന് വില വർദ്ധിപ്പിക്കുമോ എന്നതാണ് ഇനിയുള്ള ആശങ്ക. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വിലയും വർദ്ധിച്ചതോടെ ഇന്ധന വില വർധന ഉണ്ടായേക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം വാർത്തകൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ഈ പാചകവാതക വിലവർദ്ധനയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതുവരെ കാത്തിരുന്നില്ലേ, ഇതുവരെ വർദ്ധിപ്പിക്കാതെ കാത്തിരുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നില്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നറിയില്ല. എന്തായാലും പക്ഷേ ഇനി ഇതിന് പിന്നാലെ പെട്രോൾ ഡീസൽ വിലവർദ്ധനയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാധു, അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം കാത്തിരുന്ന് ഓരോന്നിന്റെ ആയിട്ടുള്ള വില ഇപ്പോൾ വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ കണ്ടത്. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ച 36 മണിക്കൂർ പിന്നിട്ടപ്പോഴായിരുന്നു LPGയുടെ ഓരോ സിലിണ്ടറുകളുടെ വില കൂട്ടിയത്. 19 കിലോ സിലിണ്ടറുടെ വില ആദ്യം വർദ്ധിപ്പിക്കുന്നു. ചോട്ടാ സിലിണ്ടർ എന്നറിയപ്പെടുന്ന 5 കിലോ സിലിണ്ടറുടെ വില വർദ്ധിപ്പിക്കുന്നു. ഇനി അടുത്തത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുമോ എന്നുള്ള ആശങ്കയാണ് നിലവിലുള്ളത്. എന്തായാലും ആശങ്ക എണ്ണ കമ്പനികൾ അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. എണ്ണ ശുദ്ധീകരണശാലകളടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇനി കൂടുതൽ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര തലത്തിൽ അത് ബാരലിന് $126 കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. $60 ആയിരുന്നു പശ്ചിമേഷ്യൻ സംഘർഷം തൊട്ട് മുമ്പുണ്ടായിരുന്ന വിലയെങ്കിലും $126 കടന്നതോടുകൂടി ഇനി പെട്രോൾ ഡീസൽ വില വർധനമല്ലാതെ പ്രതിസന്ധി മറികടക്കാൻ ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രതിമാസ റിപ്പോർട്ട് കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു. ഇതിന്റെയൊക്കെ ചുവട് പിടിച്ച് എന്തായാലും പെട്രോൾ ഡീസൽ വില വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പൂർണ്ണമായും മന്ത്രാലയം തള്ളുകയാണ്. അങ്ങനെ നിരത്തിപ്പിടിച്ച് തള്ളിയ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ്. പക്ഷെ ഇപ്പോൾ പാചകവാതകത്തിന്റെ കാര്യത്തിൽ, വാണിജ്യ പാചകവാതകത്തിന്റെ കാര്യത്തിൽ അത് യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. ഗാർഹിക പാചകവാതകം, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇടങ്ങളിലും ഈ വില വർധനയുണ്ടാകും എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ.